തിരുസഭാ മാതാവ് നമുക്ക് സമ്മാനിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 7 മുതൽ 19 വരെയുള്ള തിരുവചന ഭാഗം. 7 മുതൽ 12 വരെയുള്ള തിരുവചന ഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഈശോ മിശിഹായെ അനുഗമിക്കുവാനായിട്ട് ധാരാളം ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അനുഗമിച്ച ഓരോരുത്തരും ദൈവാത്മാവിൻ്റെ കൃപയും സ്വീകരിച്ചുകൊണ്ടാണ് തിരികെ പോവുക. 13 മുതലുള്ള തിരുവചന ഭാഗം ഇപ്രകാരമാണ് നാം ധ്യാനിക്കുക. പിന്നീട് അവൻ മലമുകളിലേക്ക് കയറി തന്നോടുകൂടെ ആയിരിക്കുന്നതിനും പ്രസംഗിക്കുവാൻ അയക്കുന്നതിനും പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നതിനുമായി തനിക്കിഷ്ടപ്പെട്ട 12 പേരെ അവൻ വിളിക്കുകയാണ്. വിശുദ്ധ പത്രോസിൽ ആരംഭിച്ച് ഒറ്റുകാരിൽ അവസാനിക്കുന്ന 12 പേരെയും അവൻ ഇഷ്ടപ്പെട്ട് തന്നെ വിളിച്ചതാണ്. സ്നേഹമുള്ളവരെ, നാം ഓരോരുത്തരും ഇന്ന് വിശുദ്ധമായ കൂദാശകളുടെ ഭാഗമായി ദൈവാലയ കർമ്മത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കുമ്പോഴൊക്കെ നമ്മുടെ എത്ര പേരുടെ ചെയ്തികൾ ദൈവത്തിന് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് ധ്യാനിക്കുന്നത് നല്ലതായിരിക്കും. വിശുദ്ധമായ മാമോദീസായുടെ പിൻബലത്തിൽ നാം ഓരോരുത്തരും അഭിമാനിക്കാറുണ്ട്. നാമും പറയാറുണ്ട് നമ്മളും തിരഞ്ഞെടുക്കപ്പെട്ടവർ തന്നെയാണെന്ന്. ക്രിസ്തുവിന് ഇഷ്ടപ്പെട്ടവരായിട്ട് നാം ഒക്കെ മാറുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. നമ്മുടെ ചെയ്തികളും കർമ്മങ്ങളും ഒക്കെ ഇന്ന് ക്രിസ്തുവിന് ഇഷ്ടപ്പെടുന്നതാണോ? തന്നോട് കൂടെ ആയിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവൻ അപ്പസ്തോലന്മാരെ പ്രത്യേകമായിട്ട് പേര് ചൊല്ലി വിളിച്ചത്. നാം ഓരോരുത്തരും ദൈവത്തോടു കൂടെ ആയിരിക്കുവാനായിട്ട് ഇന്ന് ആഗ്രഹിക്കുന്നവരാണോ? അതോ നമ്മുടേതായ ഇഷ്ടങ്ങൾക്ക് വേണ്ടി, തന്നിഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെയാണോ നാം ഓരോരുത്തരും ഇന്ന് സമയം കണ്ടെത്തുക? മാതാപിതാക്കളുടെ, മുതിർന്നവരുടെ, പുരോഹിതരുടെ, സമർപ്പിതരുടെ, പ്രിയപ്പെട്ടവരുടെയൊക്കെ ഭാഷയിൽ ദൈവികത തിരിച്ചറിയുവാൻ നമുക്ക് സാധ്യമാകുന്നുണ്ടോ? അതോ ദൈവികമായ കർമ്മങ്ങളെയൊക്കെ പുച്ഛിച്ചു പോകുന്നവരാണ് നാം ഓരോരുത്തരും? വചനം ഓർമ്മിപ്പിക്കുന്നുണ്ട്, തനിക്കിഷ്ടപ്പെട്ടവരെയാണ് അവൻ വിളിച്ചതെന്ന്. നാം ഓരോരുത്തരും വിളിക്കപ്പെട്ടവർ തന്നെയാണ്. നമ്മുടെ ചെയ്തികളും കർമ്മങ്ങളുമൊക്കെ ദൈവത്തിന് കൂടുതൽ ഇഷ്ടപ്പെടുന്നതായിട്ട് മാറുവാനായിട്ടും നമ്മുടെ ചെയ്തികളിലൂടെ ഒരുപാട് പേര് ദൈവത്തെങ്കിലേക്ക് അടുക്കുവാൻ നാമൊക്കെ ഉപകരണമായി മാറണമെന്നുമുള്ളൊരു ബോധ്യത നമുക്കുണ്ടാവണമെന്ന്. നമ്മുടെയൊക്കെ ചെയ്തികളിലൂടെ ഇന്ന് ഒരുപാട് പേര് ദൈവത്തെങ്കിലേക്ക് അടുക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ വിളി കൊണ്ട് അർത്ഥമുണ്ടാകുക. വിശിഷ്ടമായി കിട്ടപ്പെട്ട വിളികളൊക്കെ വിശുദ്ധമായി സൂക്ഷിക്കുവാനായിട്ടും ഒരുപാട് പേരെ ദൈവത്തെങ്കിലേക്ക് അടുപ്പിക്കുവാനായിട്ടും നമുക്കിന്ന് പരിശ്രമിക്കാം. അവനോട് കൂടെ ആയിരുന്നു കൊണ്ട് അവൻ്റെ വചനം പ്രസംഗിച്ച് നമ്മുടെയൊക്കെ ഭാഷ ഇന്ന് എത്രമാത്രം ദൈവത്തോട് ചേർന്ന് പോകുന്നതാണ്. സ്വാർത്ഥമായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ദൈവികമായ വചനം പറയേണ്ട ഇടങ്ങളിൽ പോലും ഞാനിന്ന് പറയാതെ പോകുന്നില്ലേ? സ്നേഹമുള്ളവരെ, വിശുദ്ധമായ മാമോദീസായുടെ ജലം ഓർമ്മിപ്പിക്കുന്ന ഒരു കർമ്മമുണ്ട് കേട്ടോ. ക്രിസ്തുവിനെ പ്രഘോഷിക്കുവാനായിട്ട് നീ വിളിക്കപ്പെട്ടവനാണ്, വിളിക്കപ്പെട്ടവളാണെന്നൊരു ഓർമ്മപ്പെടുത്തൽ. അവയെ പൂർണ്ണമായി സ്വീകരിച്ചുകൊണ്ട് നാം ആയിരിക്കുന്ന ഇടങ്ങളിലൊക്കെ ക്രിസ്തുവിൻ്റെ അനുയായികളായിട്ട് മാറുവാൻ നമുക്ക് തീരുമാനമെടുക്കാം. ജീവിതക്രമങ്ങളുടെ കുറവുകളെയും പാളിച്ചകളെയും ഒക്കെ ആത്മാർത്ഥമായി ദൈവത്തോട് ചേർത്ത് വെച്ച് ഇന്ന് ലോകമാസകലം അർപ്പിക്കപ്പെടുന്ന സകല വിശുദ്ധ കുർബാനയോടും ചേർത്ത് വെച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെയും പവിത്രമാക്കണമേ എന്ന് ഞാനും ഈശോയ്ക്ക് പ്രിയപ്പെട്ടവനായി, പ്രിയപ്പെട്ടവളായി, വിളിക്കപ്പെട്ട കൂട്ടത്തിലേക്ക് എടുക്കപ്പെടുവാനായിട്ട് നമ്മളെയും യോഗ്യരാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.